നമസ്കാരം. പശ്ചിമേഷ്യ ഭീതിയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ സൈനിക പദ്ധതികളോ മുൻതൂക്കമോ ഇല്ലെന്ന് ഡെമോക്രാറ്റിക് സെന്റർ മാർക്ക് ഹെലി പറയുന്നു. യുദ്ധം 2 മാസം പിന്നിട്ടപ്പോഴേക്കും അമേരിക്ക നിരായുധീകരിക്കുന്നതാണെന്നും നീണ്ടുകൊണ്ടുപോകുന്നത് മറ്റ് ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള അമേരിക്കയുടെ കഴിവിനെ ദുർബലപ്പെടുത്തുമെന്നും കെല്ലി പറയുകയുണ്ടായി. CBS ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ യുദ്ധ വിദേശ നയങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചത്. നിലവിലെ പ്രതിസന്ധികൾക്കിടെ തായ്വാനെതിരെ ചൈന നീങ്ങിയാൽ അവരെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്നും ഈ യുദ്ധം നമ്മെ കൂടുതൽ അശക്തരാക്കുമെന്നും കെല്ലി മുന്നറിയിപ്പ് നൽകി. US-ന്റെ അത്യാധുനിക ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ടെന്നും ആയുധശേഖരം പഴയപടിയാക്കാൻ കാലതാമസം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടങ്ങിവെച്ച യുദ്ധങ്ങൾ എത്രകാലം നീണ്ടു നിൽക്കുന്നു എന്നതിലാണ് കാര്യം. സംഘർഷങ്ങളെല്ലാം ദിവസങ്ങളോ ആഴ്ചകളോ മാത്രം നീണ്ടു നിൽക്കുന്നതല്ല എന്നും അധിക പേരുടെയും ധാരണയുണ്ട്. അങ്ങനെയാണ് നാം ശീലിച്ചിട്ടുള്ളതും. എന്നാൽ യുദ്ധങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോയാലോ അത് രാഷ്ട്രീയത്തിന്റെ സകല മേഖലകളെയും ദോഷകരമായി ബാധിക്കും. ഇറാൻ യുദ്ധം നീണ്ടുപോകുന്നത് നമ്മെ നിലവിലുള്ളതിലും ഭീകരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയുന്നു. കെല്ലി പറഞ്ഞതാണിത്. നീണ്ടുപോകുന്ന ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ജനതയ്ക്ക് എന്ത് നേട്ടമുണ്ടാകുന്നു? പുതിയ യുദ്ധങ്ങളിലേക്ക് എന്നത് പ്രസിഡന്റ് പറയുന്നത് നാശനഷ്ടങ്ങളെല്ലാം നികത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ നേരെ തിരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇറാനെതിരായ യുദ്ധം കാര്യങ്ങളെല്ലാം തകിടം മറിച്ചിരിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെ നടന്ന പോളിംഗ് ഫലം പ്രകാരം ആഗോള എണ്ണ പ്രതിസന്ധിക്കും മറ്റനേകം നാശനഷ്ടങ്ങൾക്കും കാരണമായ ഇറാൻ യുദ്ധം തുടരുന്നതിനോട് ഒട്ടുമിക്ക അമേരിക്കക്കാർക്കും താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ലോകമൊന്നടങ്കം കനത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി സമ്പൂർണ്ണ വെടിനിർത്തലിനായി ഇറാൻ കൈമാറിയ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പ്രതികരണം തീർത്തും അസ്വീകാര്യമാണെന്നും വിശേഷിപ്പിച്ച് ട്രംപുണ്ട്. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കയെ കളിപ്പിക്കുകയാണെന്നും ഇനിയും അത് അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇറാൻ കൈമാറിയ സമാധാന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാന്റെ പ്രതികരണം തീർത്തും അസ്വീകാര്യമാണെന്നും വിശേഷിപ്പിച്ച് ട്രംപ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കയെ കളിപ്പിക്കുകയാണെന്നും ഇനിയും ഇത് അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള തുടർ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചു. ചർച്ചകൾക്കുള്ള ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഉപരോധങ്ങൾ പിൻവലിച്ച് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഉറപ്പാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരെ ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്ക രേഖാമൂലം ഉറപ്പു നൽകിയാൽ യുറേനിയം സമ്പുഷ്ടീകരണം നിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കാമെന്നും 30 ദിവസത്തിനുള്ളിൽ മരവിപ്പിച്ച ആസ്തികൾ കൈമാറി ആണവ ചർച്ചകൾ ആരംഭിക്കാമെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ ഉപാധികൾ ഒബാമ ഭരണകാലത്തെ പോലെ ഇറാൻ സഹായിക്കാനോ ഉപകരിക്കൂ എന്നും നിലപാടിലാണ് ട്രംപ് ഉള്ളത്.